സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിയ സമരം പിൻവലിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്ന സമരം പിൻവലിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മാസത്തിലധികമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം നടത്തുകയായിരുന്നു. വേറിട്ട വലിയ തരത്തിലുള്ള പ്രതിഷേധം കണ്ടു. അവരുടെ ദുരിതം എല്ലാം നമ്മൾ കേട്ടതാണ്. അവരുടെ കണ്ണീർ നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ടതുമാണ്. ഇപ്പോൾ അതിൽ അവർക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണോ മനസ്സിലാകുന്നത്? എന്തായാലും സനിസ ശോഭാചന്ദ്രൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുകയാണ്. സനിസ, വിദ്യാഭ്യാസ മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിച്ചിരിക്കുന്നത്. കാര്യങ്ങൾക്കൊക്കെ ഒരു അനുനയമാണോ? എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിച്ചിരിക്കുന്നത് സർക്കാർ? സ്വാതി, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് സമരം പിൻവലിച്ചതായിട്ടുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതൊക്കെ നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമരം പിൻവലിച്ചത് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. എങ്കിൽ പോലും ഇവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 13 ദിവസമായി നിരാഹാര സമരമടക്കം ചെയ്യുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് ഇപ്പോൾ സമരം പിൻവലിക്കുന്നതായിട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും ആഹ്ലാദം പ്രകടിപ്പിച്ചതനുസരിച്ച് കൊണ്ട് അവരുടെ ആവശ്യങ്ങളിൽ പലതും അംഗീകരിച്ചതായിട്ടാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് തന്നെ പോവേണ്ടതായിട്ടുണ്ട്. ഈ എയ്ഡഡ് നിയമനമടക്കം PSCക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ സമരം തുടർന്നുകൊണ്ടിരുന്നത്. സമരം 13 ദിവസത്തിന് ശേഷം സമരം പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഏതൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചു, അങ്ങനെ എന്തെങ്കിലും അറിയിപ്പ് വന്നോ? അറിയത്തില്ല, അത് അവർ വന്നാൽ മാത്രമേ അറിയാവുള്ളൂ. ഇപ്പോൾ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ വെള്ളം കുടിക്കുന്നതായിട്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ അവർ വന്നാലേ അറിയാൻ പറ്റുള്ളൂ. 13 ദിവസത്തെ കൊണ്ട് നിരാഹാരമാണ്. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ ഒഫീഷ്യലായിട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ അവർ പറഞ്ഞത് വെച്ചിട്ടാണ് അറിഞ്ഞത്. ഏതൊക്കെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് അറിയത്തില്ല. കാര്യം 2-3-4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ് അവർ ഇപ്പോൾ അംഗീകരിച്ചതെന്നുള്ളത് അറിയത്തില്ല നമുക്ക്. അവസാനം ഇത്തരമൊരു ചർച്ചയിലേക്ക് എത്തിയത് എന്തായാലും നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന്? ഇത്രയും ദിവസം നമ്മൾ അതിനു വേണ്ടിയാണല്ലോ നിന്നത്. നല്ലൊരു പ്രതീക്ഷയാണ് ഇപ്പം തന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അംഗീകരിച്ചതെന്നുള്ളത് അറിയത്തില്ല. അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ വളരെ സന്തോഷത്തിലോട്ടുള്ളത് പോകാൻ പറ്റുള്ളൂ. അതേ സ്വാതി, അങ്ങനെ വളർമതി അവരുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ നിരാഹാര സമരം നടക്കുന്നത്. അവരിപ്പോൾ വെള്ളം കുടിച്ച് സമരം അവസാനിപ്പിച്ചതായിട്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. കൂടാതെ തന്നെ അവരുടെ ആവശ്യങ്ങൾ ഒടുവിൽ LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിൽ മുന്നിൽ സർക്കാർ വഴങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. 37 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് സർക്കാർ ഇന്ന് അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്തത്.